ഹലോ ഗൈസ്, അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫൈസിങ് ഗോറിയും കൂടിയിട്ട്, ഒറിജിനൽ ഫൈസിങ് ഗോറിയും കൂടിയിട്ട് മിക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്രീം എങ്ങനെയാണ് ഫേസിൽ നൈറ്റ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിതിൽ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹെയർ ഇപ്പോൾ ലോങ് ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മുഖത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റിബൺ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റിബൺ വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ മുന്നേത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ വിബ സോപ്പ് വെച്ചിട്ടാണ് ഫേസ് വാഷ് ചെയ്തിട്ടുള്ളത്. വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫേസിൽ വെള്ളം നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ക്രീം ഇടാവുന്നതാണ്. അപ്പോൾ ഞാനൊരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നിൽക്കുന്ന രീതിയിൽ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മുഖത്തേക്ക് ഇത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫൈസിങ് ഗോറി മിക്സ് ചെയ്തിട്ടുള്ളത് ഫൈസയുടെ ബോട്ടിൽ തന്നെയാണ് ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ക്രീം എടുക്കുക. ക്രീം എടുത്തിട്ട് നമ്മൾ മൊത്തമായിട്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് ഇതിങ്ങനെ കറക്റ്റ് ക്രീമിൻ്റെ രീതിയിൽ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ മസാജ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് കറക്റ്റ് അളവിന് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ നമുക്കിതിൽ താടിയിലായതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല, ലിപ്സിലായതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. കറക്റ്റായിട്ട് നമ്മൾ ഫേസിൽ കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും മസാജ് ചെയ്ത് കൊടുക്കുക. കണ്ണിൻ്റെ താഴെ, കണ്ണിൻ്റെ മുകളിലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കും. കാരണം ഇത് നമ്മുടെ കണ്ണിൻ്റെ താഴെ മുകളിലൊന്നും സ്കിൻ ബേണിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറച്ചും കൂടി എടുത്തിട്ട് നമ്മുടെ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യുക. അത് വളരെ കുറച്ച് മതി, മുഖത്ത് ഇട്ടാൽ അത്ര പോലും വേണ്ട. വളരെ കുറച്ചെടുത്തിട്ട്, ഇതിപ്പോൾ മൊബൈലിൽ നോക്കി ചെയ്യുന്നതുകൊണ്ടാണ്, കണ്ണാടി നോക്കിയിട്ടാണ് ചെയ്യാറ്. വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര മാത്രം ചെയ്യുന്നുണ്ട്. ഇപ്പോഴും കണ്ടോ, ക്രീം ഫുൾ ക്രീം ഉണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ ഇത്ര മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മോർണിംഗ് എണീറ്റിട്ട് നോർമൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വിബോ സോപ്പ് ഇട്ട് ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്യുന്നു. അങ്ങനെ വാഷ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ വൈറ്റ് കാണാൻ പറ്റും. ഇത്രയുള്ള നമ്മുടെ ഗോറി ക്രീമും ഫൈസ ക്രീമും കൂടിയിട്ടുള്ള മിക്സ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ മറ്റേ നമ്മളിപ്പോൾ ആദ്യം ഫൈസൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തടിച്ച് മുഖത്തിന് ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തൊരുവിനെ ഒരു വെള്ളം പോലെ തന്നെ നമ്മൾ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടു. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും. നമുക്ക് സ്കിൻ ബേണിങ്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പിമ്പിൾസ് വരില്ല. എൻ്റെ മുഖത്ത് ഒരു പിമ്പിൾസ് പോലും ഇല്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, പിമ്പിൾസ് ഒന്നുമില്ല, ക്ലിയർ സ്കിന്നാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗോറി ക്രീമും ഫൈസ ക്രീമിൻ്റെ മിക്സ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നമുക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ സൈനിങ് ഓഫ് ആൽവിൻ ആന്റണി. ബൈ.